ഹായ് ബഡീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എൻ്റെ ചാനൽ ഇത് ആദ്യമായിട്ട് കാണുന്നവർക്കും വീണ്ടും ഒരു ഹായ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. ഓൾസോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോ ആയിട്ടാണ്. അതായത് ഇപ്പം എൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ ഫുള്ളി ടാൻഡ് ആയിട്ടിരിക്കുവാണ്. ഞാൻ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു സ്കിൻ കെയർ കാണിക്കാം. ഇതാണ് നമ്മുടെ മാസ്റ്റർ മാജിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഫോക്സ്റ്റൈലിലെ പർപ്പിൾ ക്ലേ മാസ്ക്. ഈ ഒരു പ്രോഡക്റ്റ് എൻ്റെ സ്കിന്നിന് ചെയ്തിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ഒത്തിരിയാണ്. അത്രയ്ക്കൊരു മാജിക്കൽ പ്രോഡക്റ്റാണ്. കണ്ടാൽ ഞാൻ യൂസ് ചെയ്ത് അതിൻ്റെ പുറം വരെ അത്രയ്ക്ക് ഇതാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി പ്രോഡക്റ്റാണ്, ഒന്നും പറയരുത്. നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് വർത്തായിട്ടുള്ള ഒരു മാസ്കാണ്, ഫേസ് മാസ്കാണ്. ഇതെന്ന് പറഞ്ഞാൽ 75 ഗ്രാംസോളം വരുന്നുണ്ട്. അതൊരു 3 to 4 months നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വീക്ക്ലി ഒരു ട്വൈസ് ഒക്കെ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അടിപൊളി ഒരു മാസ്കാണ്. നമ്മൾ ഗ്രാജുവലി ഇത് യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിലെ ടാന്, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് എല്ലാം മാറും. ഷുവർ, ഞാനാണ് ഉറപ്പ് വരുന്നത്. കാരണം അത്രയ്ക്കും റിസൾട്ട് എനിക്ക് എൻ്റെ ഫേസിൽ കണ്ടിട്ടുണ്ട് ഈ ഒരു മാസ്ക് യൂസ് ചെയ്തതിന് ശേഷം. ഞാൻ പറഞ്ഞില്ലേ, 75 grams ഓഫ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു പ്രോഡക്റ്റ് ധാരാളം മതി, നിങ്ങൾക്ക് ഒരു 3 months അത് നിൽക്കും. ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി പാക്കേജിങ്ങിലാണ് വരുന്നത്. ഒരു പർപ്പിൾ കളർ പാക്കേജിങ്ങിൽ. ഇതിൻ്റെ ടെക്സ്ചർ കണ്ടില്ലേ, വളരെ ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറാണ്. നമ്മുടെ സ്കിന്നിൻ്റെ ക്ലാരിറ്റിയും ടോണും ഒക്കെ ഗ്രാജുവലി ഇത് ഇൻക്രീസ് ചെയ്യും. ഈ ക്ലേ മാസ്ക് എന്ന് പറയുന്നത് നല്ലൊരു ഹൈഡ്രേഷൻ നൽകുന്നുണ്ട്. എല്ലാ മാസ്കുകളെ പോലെ ഡ്രൈ ആക്കത്തില്ല, നല്ല ഹൈഡ്രേഷൻ തരുന്നുണ്ട്. ഇതിൻ്റെ കീ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഇതിൻ്റെ കൂടെ നമുക്കൊരു സ്പാച്ചുല കിട്ടുന്നുണ്ട്. ഈ സ്പാച്ചുല യൂസ് ചെയ്ത് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് അല്ലാതെ കൈ വെച്ച് അപ്ലൈ ചെയ്യാവുന്നതുമാണ്. ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിനകത്തൊരു സ്പാച്ചുല തന്നിട്ടുണ്ട് ആപ്ലിക്കേഷന് വേണ്ടി. പിന്നെ എന്താണ്, ഇതിൻ്റെ കളർ കണ്ടില്ലേ, നല്ല സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള നല്ല പർപ്പിൾ കളറിലാണ് ഇരിക്കുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് കുറച്ച് ഈറനുള്ള ഒരു സ്കിന്നിലാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഇതിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് ഡ്രൈ ആയിട്ടുള്ള ക്ലീൻ ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 10 to 15 minutes കഴിഞ്ഞിട്ട് വാഷ് ഓഫ് ചെയ്യുക എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ യൂഷ്വലി കുറച്ച് വെറ്റായിട്ടുള്ള സ്കിന്നിൽ തന്നെയാണ് അപ്ലൈ ചെയ്യാറ്. പിന്നെന്ന് പറയുന്നത് ഈ ക്ലേ മാസ്ക് എന്ന് പറയുന്നത് നല്ലൊരു ഹൈഡ്രേഷനാണ് നൽകുന്നത്. അപ്പം ഇതിൻ്റെ കീ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ലാക്റ്റിക് ആസിഡ് നല്ലൊരു എക്സ്ഫോളിയൻ്റ് ആണ്. എക്സ്ഫോളിയേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, നല്ല ഹൈഡ്രേഷൻ നൽകുന്നുണ്ട്. പിന്നെ ഒരു ക്ലേ ആണല്ലേ, ഇത് ബ്രസീലിയൻ പർപ്പിൾ ക്ലേ ആണ്. അപ്പം ക്ലേ മാസ്ക് എന്ന് പറയുന്നത് എന്താണ്, നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ല ഡീടോക്സ് ചെയ്യും നമ്മുടെ സ്കിന്നിനെ നല്ല ക്ലീൻ ആക്കി വെക്കാൻ സഹായിക്കും. പിന്നെ കാരിയൻ ക്ലേ ഉണ്ട്. കാരിയൻ ക്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സസ് ആയിട്ടുള്ള ഓയിൽ ആയിട്ട് എന്തെങ്കിലും നമ്മുടെ സ്കിന്നിലുണ്ടെങ്കിൽ നന്നായിട്ട് റിമൂവ് ചെയ്യും, നമ്മുടെ സ്കിന്നെ നല്ല ബ്രൈറ്റൻ ചെയ്യും. പിന്നെ അക്വാക്സിൽ എന്ന് പറയുന്നത് നല്ല ഹൈഡ്രേഷനും നല്ല മോയ്സ്ചർ റീറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും. നമ്മൾ സാധാരണ മാസ്ക് ഒക്കെ ഇടുമ്പം നമ്മുടെ സ്കിൻ നല്ല ഡ്രൈ ആവും, പക്ഷേ ഇത് ഇടുമ്പോൾ അങ്ങനെ ആവത്തില്ല. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് അക്വാക്സിലാണ്. പിന്നെ നമ്മുടെ ഇതിൻ്റെ ടെക്സ്ചർ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ക്രീമിയാണ്, നല്ല ലൂമിനസ് ആയിട്ടുള്ള ടെക്സ്ചറാണ്. ഈ മാസ്ക് ഇടുമ്പോൾ തന്നെ നല്ല കൂളിംഗ് ആണ് കേട്ടോ. നമ്മുടെ മുഖം നല്ല തണുത്ത് നല്ലൊരു കൂളിംഗ് ഫിനിഷാണ്, നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും നമുക്ക് യൂസ് ചെയ്യാം. നോർമൽ, ഡ്രൈ, ഓയിലി, സെൻസിറ്റീവ് കോമ്പിനേഷൻ എല്ലാ സ്കിൻ ടൈപ്പിനും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ യൂസ് ചെയ്യുന്നതിന് മുമ്പ് പാച്ച് ടെസ്റ്റ് ചെയ്യുക. പാച്ച് ടെസ്റ്റ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മൾ കുറച്ച് പ്രോഡക്റ്റ് എടുത്ത് നമ്മുടെ സ്കിന്നിൽ, അതായത് നമ്മുടെ നെക്കിൻ്റെ ആ ഭാഗത്തോ അല്ലെങ്കിൽ ഇയറിൻ്റെ ബാക്കിൽ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. അവിടെ എന്നിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കുക, അതായത് നമുക്ക് എന്തെങ്കിലും ചൊറിച്ചിലോ റെഡ്നെസ്സോ ഉണ്ടോ എന്ന്. എന്നിട്ട് അങ്ങനെയൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതാണ് പാച്ച് ടെസ്റ്റ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം ഞാൻ നല്ല പുറത്ത് പോയിട്ട് നല്ല ടാൻഡായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്ന സ്കിന്നാണ്, അതിൻ്റെ മേത്തോടെയാണ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് ആപ്ലിക്കേഷൻ കുറച്ച് പാടായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ യൂഷ്വലി ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഈറനുള്ള ഒരു ഫേസിൽ വാഷ് ചെയ്ത ഫേസിൽ തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. കുറച്ച് സ്മൂത്ത് ആയിരിക്കും ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ ഫേസ് വാഷ് ചെയ്ത ശേഷം കുറച്ചൊരു ഈറനുള്ള ഒരു ഫേസിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു മാസ്ക് പെട്ടെന്ന് ഡ്രൈ ആകും കേട്ടോ. ഇങ്ങനെ ഉണങ്ങി വലിഞ്ഞ് അങ്ങനെയൊന്നും പോകത്തില്ല, പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും. ഇപ്പം ഞാൻ തേക്കുന്നതൊക്കെ ഞാൻ കുറച്ച് ഒരു 2x സ്പീഡിൽ കാണിക്കുവാണ്, കാരണം നല്ല ബോറായിരിക്കും. നിങ്ങളെ വെറുതെ ഇട്ട് ബോറടിപ്പിക്കണമെന്ന് വെച്ചാൽ ഞാൻ സ്പീഡ് കൂട്ടി കാണിക്കുവാണ്. നമ്മൾ ഈവൻലി എല്ലായിടത്തും അപ്ലൈ ചെയ്യുക. ഐസിന് ചുറ്റും അപ്ലൈ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക, കാരണം എങ്ങാനും ഇത് മാസ്ക് അകത്ത് കണ്ണിൻ്റെ അകത്ത് വല്ലതും പോയി അതൊരു ഇറിറ്റേഷൻ ആവാതിരിക്കാനാണ് അങ്ങനെ പറയുന്നത്. പിന്നെ നമ്മുടെ കണ്ണിന് താഴെ സോഫ്റ്റ് സ്കിന്നായതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ നെക്ക് ഏരിയ വിടരുത്. നെക്ക് ഏരിയയിൽ അപ്ലൈ ചെയ്യുക.
ഇയേഴ്സിന് ചുറ്റും അപ്ലൈ ചെയ്യണം എന്നാണ്, പക്ഷേ ഇയേഴ്സ് കുറച്ച് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് നമ്മൾ അത് വിടാം. ഓക്കെ, നെക്ക് ഏരിയ എന്തായാലും നിങ്ങൾ മറക്കരുത് അപ്ലൈ ചെയ്യുമ്പോൾ. ഏത് മാസ്ക് ഉപയോഗിക്കണം, DIY ആണെങ്കിലും നിങ്ങൾ നെക്ക് ഒഴിവാക്കരുത്, നിങ്ങൾ അതിലും ഈക്വലായിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അപ്ലൈ ചെയ്ത ശേഷം ഒരു 10 to 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും നല്ല ഡ്രൈ ആയിട്ട് വരും. അങ്ങനെ ഡ്രൈ ആയതിനു ശേഷം നമ്മൾ വാഷ് ചെയ്യേണ്ടത് ഒരു ലൂക്ക് വാം വാട്ടറിൽ വാഷ് ചെയ്യുക. ഇളം ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ല. എല്ലാവരും ഇത് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റാണ്, ഞാൻ ഗ്യാരണ്ടിയാണ്. സൂപ്പർ പ്രോഡക്റ്റാണ് കേട്ടോ. എൻ്റെ ഒരു തംസ് അപ്പ് ആണ് ഈ ഒരു പ്രോഡക്റ്റിന് കിട്ടുന്നത്. ദെൻ നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് വാഷ് ചെയ്യാം. ഇപ്പോൾ തന്നെ ഉണ്ടോ, ഞാൻ പറഞ്ഞില്ല നല്ല ഉണങ്ങി പിടിക്കത്തില്ല, ജസ്റ്റ് ഡ്രൈ ആവത്തേ ഉള്ളൂ. ഇനി ഇതാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എത്രമാത്രം വിസിബിൾ ആവുന്നുള്ളത് എനിക്കറിയത്തില്ല, പക്ഷേ അടിപൊളിയായിട്ട് ടാനൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് ടാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ എൻ്റെ ആദ്യത്തെ വീഡിയോയുടെ ബിഗിനിങ്ങും എൻഡിങ്ങും കൂടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകാൻ പറ്റും. അത്രയ്ക്കും ഡിഫറൻസ് ഉണ്ട്. ആ ടാന് പെട്ടെന്ന് തന്നെ ഒരു കുറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പം വെയിലത്തൊക്കെ പോയിട്ട് വന്നിട്ട് ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ടാനൊക്കെ പെട്ടെന്ന് റിമൂവ് ആവാറുണ്ട്. സോ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. എനിവേ നിങ്ങൾ വാങ്ങിച്ച് നോക്കൂ ഗൈസ്, വാങ്ങിച്ച് നോക്കിയിട്ട് തീരുമാനിക്കും നിങ്ങൾക്ക് എഫക്റ്റീവ് ആണോ അല്ലേ എന്ന്. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു 100%. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. Okay, thanks for watching.